1991 ഒരു രാത്രി 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഒരു ദിവസം രാത്രി മരിച്ചു വീഴുകയാണ്. എന്നാൽ ഈ പെൺകുട്ടിയുടെ മരണത്തെപ്പറ്റി അന്വേഷിക്കാനെത്തിയ പോലീസുകാർ അവരവിടെ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവർ ഭയങ്കരമായിട്ടും അത്ഭുതപ്പെടുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി മരിച്ചിരിക്കുന്നത് ഒരു സാധാരണ സിറ്റുവേഷനിലല്ല, ഒരു സാധാരണ സാഹചര്യത്തിലല്ല. ഒരു വളരെയധികം അൺയൂഷ്വൽ ആയിട്ടുള്ള, അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പാരനോർമൽ ആക്ടിവിറ്റീസായിട്ടൊക്കെ ബന്ധപ്പെടുന്ന രീതിയിൽ പല കാര്യങ്ങളും അവരവിടെ കാണുന്നു, പല കാര്യങ്ങളും അവർക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നു. ആൻഡ് ഈ പറയുന്നൊരു കേസ്, ഈ പറയുന്നൊരു മർഡർ കൂടുതൽ അന്വേഷിക്കുന്നത് വഴി അവർക്കൊരു കാര്യം മനസ്സിലാകുന്നു. ഇതിനകത്ത് എന്തോ ഒരു ശക്തി, പുറത്തുനിന്ന് എന്തോ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള, ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്പിരിറ്റിൻ്റെ ഒരു സാന്നിധ്യം, ഒരു പ്രേതം പോലത്തെ എന്തോ ഒരു ശക്തിയുടെ ഒരു സാന്നിധ്യം ഈ പറയുന്ന ഒരു മരണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും പോലീസുകാരെ അവസാനം ഈ പറയുന്ന ഒരു കേസിനെ വളരെയധികം അൺനാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആക്ടിവിറ്റീസ് നടന്നു, അല്ലെങ്കിൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ പറയുന്നൊരു കേസിൽ നടന്നു എന്നുള്ള രീതിയിൽ അവരുടെ FIRൽ എഴുതുകയും, ഈ പറയുന്ന FIR സ്പെയിനിലെ മാഡ്രിഡ് എന്ന് പറയുന്ന ആ ഒരു പട്ടണത്തിൽ ഈ പറയുന്നൊരു FIR എഴുതുകയും ആ ഒരു FIR ലോകം മുഴുവനുള്ള ആൾക്കാർ വായിക്കുകയും എല്ലാവരും വളരെയധികം അത്ഭുതപ്പെടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ട്. ആലോചിച്ച് നോക്കുക, സ്പെയിനിലെ മാഡ്രിഡ് എന്ന് പറയുന്ന ഒരു നഗരത്തിലെ 15 വയസ്സായ പെൺകുട്ടിയുടെ മരണം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. വെറോണിക്ക 15 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കൊച്ചു പെൺകുട്ടി. കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ വെറോണിക്കയ്ക്ക് തൻ്റെ അച്ഛനെ നഷ്ടപ്പെടുകയാണ്. തൻ്റെ അച്ഛൻ മരണപ്പെട്ടതോടുകൂടി വെറോണിക്കയുടെ കുടുംബം മുഴുവൻ, വെറോണിക്കയും വെറോണിക്കയുടെ സഹോദരങ്ങളുടെയും കാര്യങ്ങൾ മുഴുവൻ നോക്കേണ്ട ചുമതല വെറോണിക്കയുടെ അമ്മയുടെ തലയിൽ വരികയാണ്. എന്നാൽ വെറോണിക്കയുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് മണിക്കൂറുകളോളം എവിടെയെങ്കിലുമൊക്കെ പോയി ജോലി ചെയ്ത്, ഒരുപാട് ലോങ് അവേഴ്സൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് വെറോണിക്കയും വെറോണിക്കയുടെ സഹോദരങ്ങളെയും വെറോണിക്കയുടെ അമ്മ നോക്കുന്നത്. എന്നാൽ വെറോണിക്കയുടെ സഹോദരങ്ങൾ, വെറോണിക്കയുടെ താഴെയുള്ള 3 കുട്ടികളും വളരെ ചെറിയ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള പ്രായം ആയിട്ടില്ല. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വെറോണിക്കയാണ്. അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതും അവരെ സ്കൂളിൽ വിടാൻ വേണ്ടി ഒരുക്കുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, സ്കൂളിൽ കൊണ്ടുപോകുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതും ഒക്കെ വെറോണിക്കയാണ്. അപ്പം ആ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആ കുട്ടികൾക്ക് വെറോണിക്ക ഒരു അമ്മയെ പോലെ തന്നെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് വളരെയധികം സന്തോഷകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു വെറോണിക്കയുടേത്. വെറോണിക്കയുടെ അച്ഛനില്ലെങ്കിൽ പോലും, വെറോണിക്കയുടെ അമ്മ ഒരുപാട് സമയം ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ കൊച്ചു കുടുംബം, ആ കൊച്ചു കുട്ടികളുടെ കൂടെ തന്നെ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ എൻജോയ് ചെയ്ത് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും അവരെ സന്തോഷമായിട്ടൊക്കെ നോക്കിക്കൊണ്ട് വെറോണിക്ക വളരെയധികം നല്ല രീതിയിൽ വെറോണിക്കയുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഈ സമയത്താണ് ഒരു സൂര്യഗ്രഹണം, ഒരു സോളാർ എക്ലിപ്സ് നടക്കുന്നത്. ആൻഡ് ഈ പറയുന്നൊരു സോളാർ എക്ലിപ്സ് നടക്കുന്ന സമയത്ത് വെറോണിക്ക തൻ്റെ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് നമ്മളൊക്കെ നമ്മുടെ ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന സമയമാണെങ്കിൽ എല്ലാവരും കൂടെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്ത് ഈ പറയുന്ന സോളാർ എക്ലിപ്സ് കാണാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ വെറോണിക്കയുടെ സ്കൂളും ഈ പറയുന്നത് മാതിരി അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഈ പറയുന്ന സൂര്യഗ്രഹണം കാണാൻ തീരുമാനിക്കുന്നു. അങ്ങനെ എല്ലാവരും സൂര്യഗ്രഹണം കാണാൻ പോകുന്ന സമയത്ത് വെറോണിക്കയുടെ കൂട്ടുകാരികളും കൂടി മറ്റൊരു കാര്യം ചെയ്യാനാണ് നോക്കുന്നത്. വെറോണിക്കയ്ക്ക്, ഞാൻ പറഞ്ഞു, വെറോണിക്കയുടെ അച്ഛൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് വെറോണിക്കയ്ക്ക് ഈ പറയുന്ന മരിച്ച അച്ഛൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും സംസാരിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ വെറോണിക്കയുടെ കൂട്ടുകാരികളിൽ ഒരാൾക്ക് തൻ്റെ മരിച്ചുപോയ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ട്. അങ്ങനെ വെറോണിക്കയുടെ ഈ പറയുന്ന കൂട്ടുകാരിയും കൂടെ ഈ മരിച്ച ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഓജോ ബോർഡ് കളിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ അവർ ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്നത് മാതിരി തന്നെ അവിടെ ഒരു സൂര്യഗ്രഹണം നടക്കുന്നതിൻ്റെ അന്നാണ് അവർ സത്യം പറഞ്ഞ ഈ പറയുന്ന ഓജോ ബോർഡ് കളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. ആൻഡ് ഈ പറയുന്നത് പോലെ തന്നെ ഈ ഓജോ ബോർഡ് കളിക്കാൻ വേണ്ടിയിട്ട് അവർ സൂര്യഗ്രഹണത്തിൻ്റെ അന്ന് ഒരു റൂമിൽ പോയിരിക്കുകയാണ്. ഈ റൂമിൽ ഇരുന്നു കൊണ്ട് സൂര്യഗ്രഹണത്തിൻ്റെ അന്ന് ഓജോ ബോർഡ് കളിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്കൊരു വലിയ അബദ്ധം പറ്റുന്നു, അവർക്കൊരു വലിയ തെറ്റ് പറ്റുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം സൂര്യഗ്രഹണം എന്ന് പറയുന്ന സമയത്ത് ഭൂമി മുഴുവൻ ഇരുട്ടാവുകയാണ്. ആ സമയത്ത് ഒരുപാട് അന്ധകാരത്തിൻ്റെ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ശക്തികൾ ഒരുപാട് ഈ ഭൂമിയിൽ വരുന്ന ഒരു സമയമാണ്. പൈശാചികമായിട്ടുള്ള അല്ലെങ്കിൽ നരകത്തിൽ നിന്നുള്ള ഡീമൻസ് ഒക്കെ ഭൂമിയിൽ വരുന്ന ഒരു സമയമാണെന്നൊക്കെ പല രീതിയിലും കേട്ടിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ വെറോണിക്ക ഇതൊന്നും അറിയാണ്ടാണ് ഈ പറയുന്നൊരു സമയത്ത് ഓജോ ബോർഡ് കളിക്കുന്നത്. അപ്പം ഓജോ ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറോണിക്കയുടെ ഓജോ ബോർഡിൻ്റെ അടുത്ത് ഒരു ആത്മാവ് വരികയാണ്. എന്നാൽ അത് വെറോണിക്കയുടെ അച്ഛൻ്റെ ആത്മാവോ വെറോണിക്കയുടെ കൂട്ടുകാരിയുടെ ബോയ് ഫ്രണ്ടിൻ്റെ ആത്മാവോ ഒന്നുമല്ല, മറ്റൊരു ഡീമനാണ്. അവർ വിളിക്കാത്ത ഒരു എൻറ്റിറ്റി, അവർ ഇൻവൈറ്റ് ചെയ്യാത്ത ഒരു അതിഥിയാണ് അവിടെ വരുന്നത്. എന്നാൽ ആ ഡീമൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെറോണിക്കയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ ഡീമൻ വരുന്ന സമയത്ത് ഓജോ ബോർഡിൻ്റെ നടുക്ക് നിന്നൊരു കറുത്ത പുക ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ വെറോണിക്ക ഈ പറയുന്ന കറുത്ത പുക ശ്വസിക്കുകയും അവിടെ ബോധം കെട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെറോണിക്ക ബോധം കെട്ട് വീഴുന്നതോടെ തന്നെ വെറോണിക്കയുടെ കൂട്ടുകാരി ഭയങ്കരമായിട്ടും പേടിക്കുന്നു, ഭയങ്കരമായിട്ടും ഭയപ്പെട്ടുകൊണ്ട് അവിടെ കിടന്ന് ഉറക്ക നിലവിളിച്ച് ശബ്ദമുണ്ടാക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഓജോ ബോർഡ് കളിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നു, സാധനങ്ങളൊക്കെ പറന്നു പോകുന്നു, ഒരുപാട് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് വെറോണിക്ക അവിടെ ബോധം കെട്ട് വീഴുന്നത്, വെറോണിക്ക ഈ പുക ശ്വസിക്കുന്നതും ബോധം കെട്ട് വീഴുന്നത്. അങ്ങനെ വെറോണിക്ക ബോധം കെട്ട് വീഴുന്നതോടെ വെറോണിക്കയുടെ കൂട്ടുകാരി സൗണ്ട് ഉണ്ടാക്കി ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തുന്നു. അവരെല്ലാവരും കൂടെ വെറോണിക്കയെ അവിടെ നിന്ന് ആശുപത്രിയിലോട്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ ആ ആശുപത്രിയിൽ നിന്ന് വെറോണിക്ക വീട്ടിലെത്തുന്നതോടെ വെറോണിക്കയുടെ ജീവിതം മൊത്തം മാറി മറിയുകയാണ്. കാരണം വെറോണിക്ക വീട്ടിലെത്തിയ നിമിഷം മുതൽ വെറോണിക്കയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും വെറോണിക്ക കാണുകയാണ്. ഡോറുകൾ തനിയെ തുറക്കുന്നു, ലൈറ്റൊക്കെ ഭയങ്കരമായിട്ടും ഫ്ലിക്കർ ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് ആ ഒരു വെറോണിക്കയുടെ പേര് വിളിക്കുന്നത് മാതിരി ഭയങ്കരമായിട്ടും വിസ്പർ ചെയ്യുന്ന രീതിയിൽ വളരെ ചെറിയ സൗണ്ടിൽ വെറോണിക്കയുടെ പേര് വിളിക്കുന്നതായിട്ട് വെറോണിക്ക കേൾക്കുന്നു. അതുപോലെ തന്നെ പല രൂപങ്ങളും വെറോണിക്ക രാത്രി കാണുന്നു. വെറോണിക്കയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ വെറോണിക്ക അവിടെ കാണുകയാണ്. എന്നാൽ ഇതൊക്കെ കണ്ടതോടെ വെറോണിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ പറയുന്ന ഓജോ ബോർഡ് കളിക്കുന്ന സമയത്ത്, അതായത് വെറോണിക്ക ഈ ഓജോ ബോർഡ് കളിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇത് എന്ന് വെറോണിക്കയ്ക്ക് മനസ്സിലാകുകയും ചെയ്യുന്നു. എന്നാൽ വെറോണിക്ക ഈ പറയുന്നത് പോലെ തന്നെ ആദ്യം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. വെറോണിക്ക ഇതൊക്കെ കാണുമ്പോൾ പേടിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ മാറും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അങ്ങനെ ഒന്നുമല്ല നടക്കുന്നത്. ദിവസങ്ങൾ കഴിയും തോറും ഈ പറയുന്ന ഡിസ്റ്റർബൻസസ് ഒക്കെ ഭയങ്കരമായിട്ടും കൂടിക്കൂടി വരികയാണ്. വെറോണിക്കയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഓരോ ദിവസം കഴിയുമ്പോൾ അവിടെ നടക്കുന്നുണ്ട്. വെറോണിക്ക ഈ പറയുന്ന മാതിരി എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. വെറോണിക്ക കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്. ഇതൊക്കെ വെറോണിക്കയ്ക്ക് തോന്നുന്നതാണെന്ന് വെറോണിക്ക തന്നെ ചിന്തിച്ച് വെക്കുകയാണ്. വെറോണിക്ക തന്നെ സ്വന്തമായിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് തോന്നുന്നതാണ്. പക്ഷേ ഒരു രീതിയിലും വെറോണിക്കയ്ക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. വെറോണിക്ക എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണുന്നു. ആൻഡ് അത് മാത്രമല്ല, വെറോണിക്ക ഭയന്നതുപോലെ തന്നെ വെറോണിക്കയുടെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്നൊരു ഡീമൻ അല്ലെങ്കിൽ വെറോണിക്കയുടെ കൂടെ കൂടിയിരിക്കുന്ന ഈ ആത്മാവ് വെറോണിക്കയുടെ സഹോദരങ്ങളുടെ അടുത്തോട്ട് പോകുമോ എന്നുള്ളതാണ്. അങ്ങനെ വെറോണിക്ക പേടിച്ച ആ ഒരു കാര്യം കൂടെ നടക്കുകയാണ്. ഒരു ദിവസം രാത്രി വെറോണിക്ക തൻ്റെ കിടക്കയിൽ കിടക്കുന്ന സമയത്ത് വെറോണിക്കയുടെ കിടക്കയുടെ അടുത്ത് വളരെയധികം പൊക്കമുള്ളൊരു ഷാഡോ ഫിഗർ, ഒരു നിഴൽ വെറോണിക്ക അവിടെ കാണുകയാണ്. എന്നാൽ ആ നിഴലിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴേക്കും ആ നിഴലിൻ്റെ മുഖമില്ല. വെറോണിക്കയ്ക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല വെറോണിക്ക എന്താണ് കാണുന്നതെന്ന്. എന്നാൽ ആ നിഴലിനെ നോക്കുന്ന സമയത്ത് ആ നിഴൽ വെറോണിക്കയുടെ മുന്നിൽ നിന്ന് മാറി സൈഡിലോട്ട് പോകുന്നു. വെറോണിക്ക എവിടെയാണ് നോക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു സൈഡിൽ നിന്ന് ആ നിഴൽ അവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വെറോണിക്കയ്ക്ക് മനസ്സിലായി വെറോണിക്കയ്ക്ക് ഒട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു ശക്തിയാണിതെന്ന്. ആ നിഴൽ എപ്പോഴും വെറോണിക്കയുടെ കൂടെയുണ്ട്. അങ്ങനെ വെറോണിക്കയുടെ ഉറക്കം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുന്നു. ദിവസങ്ങളോളം വെറോണിക്കയ്ക്ക് ഉറക്കമില്ലാണ്ടാവുന്നു. അത് മാത്രമല്ല, വെറോണിക്ക പേടിച്ചതുപോലെ തന്നെ വെറോണിക്കയുടെ സഹോദരങ്ങൾ, വെറോണിക്കയുടെ ഏറ്റവും ചെറിയ സഹോദരൻ, ആ കുഞ്ഞും ഈ പറയുന്ന മാതിരി ചെറിയ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങുന്നു. എവിടെയോ ആരെയോ നോക്കി ഇടയ്ക്കിടയ്ക്കൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്നു. വെറോണിക്ക അതൊക്കെ കാണുന്നതോടെ ഭയങ്കരമായിട്ടും പേടിക്കുന്നു. ഒരു ദിവസം രാത്രി ഈ പറയുന്ന പോലെ വെറോണിക്കയുടെ സഹോദരങ്ങളെ ഈ പറയുന്നൊരു ഷാഡോ ഫിഗർ, ഈ പറയുന്നൊരു ഡിമോണിക് എൻറ്റിറ്റി ഭയങ്കരമായിട്ടും അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടതോടെ വെറോണിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ തൻ്റെ കയ്യിൽ നിൽക്കില്ല. അങ്ങനെ വെറോണിക്ക ഇതെല്ലാം തൻ്റെ അമ്മയുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ വെറോണിക്ക ഇതെല്ലാം തൻ്റെ അമ്മയുടെ അടുത്ത് പറയുകയാണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. പക്ഷേ വെറോണിക്കയുടെ അമ്മ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. വെറോണിക്കയുടെ അമ്മ പറയുന്നത് വെറോണിക്ക ഒരുപാട് സ്ട്രെസ്ഡ് ആണ്, വെറോണിക്ക ഒരുപാട് ഭയന്നിട്ടുണ്ട്, ഒരുപാട് സ്ട്രെസ്ഡ് ആണ്. അപ്പം ഈ സ്ട്രെസ്സൊക്കെ കാരണമായിരിക്കും ഈ പറയുന്ന മാതിരി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തോന്നുന്നത്. ഇതൊക്കെ വെറോണിക്കയുടെ തോന്നലാണ് എന്നുള്ള രീതിയിൽ തന്നെ വെറോണിക്കയുടെ അമ്മ പറയുകയാണ്. എന്നാൽ ഒരു ദിവസം വെറോണിക്ക നോക്കി നിൽക്കുക, വെറോണിക്കയുടെ ഒരു സഹോദരനെ, ഈ പറയുന്ന വെറോണിക്കയുടെ ഒരു സഹോദരിയെ ഈ പറയുന്ന ഒരു എൻറ്റിറ്റി തൻ്റെ ഡോർവേ, അതായത് വെറോണിക്കയുടെ ഒരു ഹോള് മുഴുവൻ തലമുടി പിടിച്ച് വലിച്ചുകൊണ്ട് ഈ പറയുന്ന സഹോദരിയെ അവിടെ കൂടെ കൊണ്ടുപോവുകയാണ്. അതായത് തലമുടി പിടിച്ച് താഴെ കൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ് ഈ പറയുന്ന ഡിമോണിക് എൻറ്റിറ്റി. ഇതുകൂടെ കാണുന്നതോടെ വെറോണിക്ക ഭയങ്കരമായിട്ടും ഭയക്കുകയാണ്. വെറോണിക്കയ്ക്ക് മനസ്സിലായി തൻ്റെ സഹോദരങ്ങളുടെ ജീവൻ ആപത്തിലാണ്. താൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങൾ ഉറപ്പായിട്ടും മരിച്ചു കഴിഞ്ഞു. പക്ഷെ തൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, തൻ്റെ അമ്മ തന്നെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്ന സമയത്താണ് വെറോണിക്കയുടെ സ്കൂളിൽ ഒരു അതിഥി വരുന്നത്. ആ അതിഥി അവർ വിളിക്കുന്നത് സിസ്റ്റർ ഡെത്ത് എന്നാണ്. സിസ്റ്റർ ഡെത്ത് എന്നുള്ളൊരു പേരിൽ അറിയപ്പെടുന്ന ഒരു സിസ്റ്റർ അവിടെ വരുന്നുണ്ട്. ആൻഡ് ഈ സിസ്റ്റർ വരുന്നത് വെറോണിക്ക കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിസ്റ്റർ ഡെത്തിൻ്റെ അടുത്ത് വെറോണിക്ക പോയി ഈ കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ തന്നെ അവർ ഈ കാര്യങ്ങളൊക്കെ വെറോണിക്ക എടുത്ത് ചോദിക്കുകയാണ്. ആൻഡ് അവരൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ഓജോ ബോർഡ് കളിച്ചത് വഴി നിങ്ങളൊരു വലിയ തെറ്റാണ് ചെയ്തത്. നിങ്ങൾ ജസ്റ്റ് ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു ആത്മാവിനെ വിളിച്ച് വരുത്തുക മാത്രമല്ല ചെയ്തത്, നിങ്ങളൊരു ഡോർവേ ആണ് തുറന്നത്, നിങ്ങളൊരു കവാടം തുറന്നിട്ടുണ്ട്. ആൻഡ് ഈ പറയുന്ന ഡോർ തുറന്നു കിടക്കുകയാണ്. ഈ പറയുന്ന ഡോർ തുറന്നു കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക്
ഒരിക്കലും സമാധാനം കിട്ടാൻ പോകുന്നില്ല. കാരണം ഈ പറയുന്ന ഡിമോണിക് എൻറ്റിറ്റി, നിങ്ങൾ വിളിച്ച ആത്മാവല്ല നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്, ഒരു പൈശാചികമായിട്ടുള്ളൊരു എൻറ്റിറ്റി, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഡിമോണിക് എൻറ്റിറ്റിയാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഈ ഡിമോണിക് എൻറ്റിറ്റി എപ്പോഴും നിങ്ങളുടെ കൂടെ കാണും. നിങ്ങളുടെയൊക്കെ ജീവൻ എടുക്കാണ്ട് ഒരിക്കലും ആ ഡിമോണിക് എൻറ്റിറ്റി പോകത്തില്ല. അത് മാത്രമല്ല, നിങ്ങൾക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ പറയുന്ന ഓജോ ബോർഡ് ഒന്നുകൂടെ കളിക്കുക. ഓജോ ബോർഡ് ഒന്നുകൂടെ കളിച്ച ശേഷം നിങ്ങൾ ആ ഡോർവേ പൂട്ടുക. ആ ഡോർവേ പൂട്ടാണ്ട് ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലായത് കൂടി വെറോണിക്ക എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന മാതിരി തൻ്റെ സഹോദരങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വെറോണിക്ക ഒന്നുകൂടി ഓജോ ബോർഡ് കളിക്കാൻ തീരുമാനിക്കുകയാണ്. വെറോണിക്ക തൻ്റെ വീട്ടിൽ പോകുന്നു. വെറോണിക്ക തൻ്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഈ പറയുന്ന ഡിസ്റ്റർബൻസ് ഒക്കെ ഭയങ്കര വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന മാതിരി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ സഹോദരങ്ങളെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ പറയുന്ന എൻറ്റിറ്റി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വെറോണിക്കയുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും മുറിവുകളും ചതവുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ എങ്ങനെ വരുന്നതാണെന്ന് പോലും വെറോണിക്കയ്ക്ക് മനസ്സിലാവുന്നില്ല. വെറോണിക്ക ഭയങ്കരമായിട്ടും വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ മുഴുവൻ പ്രശ്നങ്ങളും, വീട് ഭയങ്കര ഒപ്രസീവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെറോണിക്കയ്ക്ക് മനസ്സിലായി ഇനി മറ്റൊരു വഴിയില്ല, ഓജോ ബോർഡ് കളിച്ചേ മതിയാവും. അങ്ങനെ വെറോണിക്ക കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ്. പാരാനോർമൽ റിച്വൽസും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് എന്തൊക്കെ ഒബ്ജക്ട്സാണ് ഈ ഓജോ ബോർഡ് കളിക്കാൻ വേണ്ടത്, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെറോണിക്ക ഈ പറഞ്ഞ മാതിരി എല്ലാം ഗ്യാദർ ചെയ്ത ശേഷം ഓജോ ബോർഡ് കളിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വച്ച ശേഷം നമ്മുടെ വെറോണിക്ക ഈ പറയുന്ന മാതിരി ഓജോ ബോർഡ് കളിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഓജോ ബോർഡ് കളിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു വെറോണിക്കയുടെ അടുത്ത് വന്നിരിക്കുന്ന വളരെ ഡിമോണിക് ആയിട്ടുള്ള, വളരെയധികം അപകടകരമായിട്ടുള്ളൊരു സ്പിരിറ്റാണ്. ആൻഡ് ഈ പറയുന്ന സ്പിരിറ്റ് വളരെയധികം അഗ്രസീവായിട്ടുള്ള രീതിയിൽ അവിടെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. എല്ലാ രീതിയിലും എല്ലായിടത്തും ആ പറയുന്ന മാതിരി തന്നെ ആ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു. വീട്ടിൽ ഒരുപാട് സൗണ്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. വീടിനകത്തുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് നടക്കുന്നു. വെറോണിക്ക ആകാശത്തോട്ട് പറന്നു പോകുന്നു. വെറോണിക്ക ഒരുപാട് രീതിയിൽ ആക്രമിക്കുന്നു. വെറോണിക്കയുടെ സഹോദരങ്ങൾ ആക്രമിക്കുന്നു. ഓജോ ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ആ ഓജോ ബോർഡ് കളിക്കുന്ന ആ കളി തീരാണ്ടിരിക്കാൻ, ആ ഓജോ ബോർഡിൻ്റെ ആ കളിയെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എൻറ്റിറ്റി ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വെറോണിക്കയ്ക്ക് മനസ്സിലായി ഈ പറയുന്നത് മാതിരി യാതൊരു രീതിയിലും തനിക്ക് ഡോർവേ ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഈ എൻറ്റിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വെറുതെ വെറോണിക്കയെ കൊല്ലുക എന്നുള്ളത് മാത്രമല്ല, വെറോണിക്കയുടെ കുടുംബത്തെ കംപ്ലീറ്റ് ആയിട്ട്, വെറോണിക്കയുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും കൊല്ലുക എന്നുള്ളതാണ് ഈ എൻറ്റിറ്റിയുടെ ഉദ്ദേശം. അപ്പോൾ വെറോണിക്കയ്ക്ക് മറ്റൊരു കാര്യം കൂടി ഇനി മനസ്സിലായി. ഈ പറയുന്നൊരു എൻറ്റിറ്റിയെ ഒരിക്കലും തനിക്ക് ജയിക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന എൻറ്റിറ്റിയെ ഒരിക്കലും വെറോണിക്കയ്ക്ക് തിരിച്ചയക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലായതുകൂടി വെറോണിക്ക ഒരു കാര്യം തീരുമാനിക്കുന്നു. തൻ്റെ ജീവൻ പകരം കൊടുത്തിട്ട് ഈ പറയുന്ന എൻറ്റിറ്റിയുടെ അടുത്ത് നിന്ന് തൻ്റെ സഹോദരങ്ങളെയും തൻ്റെ അമ്മയും രക്ഷിക്കണം. അങ്ങനെ വെറോണിക്ക ആ എൻറ്റിറ്റിയുടെ അടുത്ത് പോയി പറയുകയാണ്. ആ എൻറ്റിറ്റിയുടെ അടുത്ത് ഉറക്കെ വിളിച്ച് പറയുകയാണ്, എൻ്റെ ആത്മാവ് ഞാൻ നിനക്ക് തരുന്നു, എൻ്റെ ജീവൻ ഞാൻ നിനക്ക് തരുന്നു, പകരം എൻ്റെ സഹോദരങ്ങളെ വെറുതെ വിടുക, എൻ്റെ സഹോദരങ്ങളെ വെറുതെ വിടുക എന്ന് പറയുന്നു. അങ്ങനെ ആ എൻറ്റിറ്റി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിന്ന് വെറോണിക്കയുടെ ജീവൻ എടുത്തുകൊണ്ട് പോവുകയാണ്. വെറോണിക്കയുടെ ജീവൻ എടുത്തുകൊണ്ട് ആ എൻറ്റിറ്റി വെറോണിക്കയുടെ സഹോദരങ്ങളെ വെറുതെ വിടുന്നു. വെറോണിക്ക അവിടെ മരിച്ചു വീഴുകയാണ്. വെറോണിക്ക മരിച്ചു വീഴുന്നതോടെ ആ വീട്ടിലെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ തീരുന്നു. ആ എൻറ്റിറ്റി വെറോണിക്കയുടെ ജീവൻ എടുത്തുകൊണ്ട് പോയി എന്ന് തന്നെ എല്ലാവർക്കും വിശ്വസിക്കേണ്ടി വരുന്നു. ഈവൻ അത് കഴിഞ്ഞ ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അവിടെ പോലീസുകാരെത്തിയാണ്. പോലീസുകാരെത്തിയ ശേഷം അവരവിടെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നു. അവരവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം അന്വേഷിച്ച് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പറയുന്ന മാതിരി ഓജോ ബോർഡ് കളിച്ചതിൻ്റെ ബലമായിട്ട് വന്നൊരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇതെന്നുള്ള രീതിയിൽ. അപ്പം അവർക്ക് പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പോലീസുകാർ വന്ന് അവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴേക്കും അവർ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, പാരനോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, സാധനങ്ങൾ പറന്ന് പൊങ്ങുന്നതും, ആൾക്കാർക്ക് ആക്രമണങ്ങളും അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റുന്നതും, ആൾക്കാരുടെ ദേഹത്ത്, വെറോണിക്കയുടെ ദേഹത്ത് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള മുറിവുകളും ബ്രൂയിസസും ചതവുകളൊക്കെ പറ്റുന്നതൊക്കെ കണ്ടതോടെ അവർക്കൊരു കാര്യം മനസ്സിലായി. അവരാരും മനസ്സിലാക്കി അല്ലെങ്കിൽ അവർക്ക് ഒട്ടും മനസ്സിലാവാത്ത എന്തോ ഒരു ശക്തിയാണ് ഈ പറയുന്ന കാര്യങ്ങളുടെ ഒക്കെ പിന്നിലെന്നും. അങ്ങനെ ഈ പറയുന്ന പോലീസുകാരും അവിടെ വിധി എഴുതുകയാണ്. സൂപ്പർ നാച്ചുറലായിട്ടുള്ള എന്തോ ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്, അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്. ആൻഡ് ഈ പറയുന്ന സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റിയുടെ അടുത്ത് നിന്ന് തൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വെറോണിക്ക സ്വന്തം ജീവനെ കൊടുത്തതാണെന്ന് കൂടി എല്ലാവർക്കും മനസ്സിലാവുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവരവരുടെ FIRൽ എഴുതി വെക്കുകയാണ്. അവരുടെ ഗവൺമെൻറ് റെക്കോർഡ്സിൽ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന കേസിൻ്റെ കാര്യങ്ങൾ ഇത്രയും വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. സൂപ്പർ നാച്ചുറൽ ആക്ടിവിറ്റി, പാരാനോർമൽ ആക്ടിവിറ്റി ഈ കേസിൽ നടന്നിട്ടുണ്ട്. ഈ കേസിൽ പാരാനോർമൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ മരണം സ്വാഭാവികമായിട്ടുള്ളൊരു മരണമല്ല, വളരെയധികം അസ്വാഭാവികമായിട്ടുള്ള, അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഏതൊരു രീതിയിലാണ് ഈ പെൺകുട്ടി മരിച്ചിരിക്കുന്നത് എന്ന് അവരുടെ ഗവൺമെൻറ് റെക്കോർഡ്സിൽ എഴുതുകയും ന്യൂസ് പേപ്പേഴ്സിൽ, അവിടുത്തെ മാഡ്രിഡിലെ, സ്പെയിനിലെ എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും ഇത് വരികയും ലോകത്തിലെ ഒരുപാട് പാരാനോർമൽ റിസർച്ചേഴ്സ്, സയൻറ്റിസ്റ്റുകൾ ഒരുപാട് പേര് വന്ന് ഈ കേസ് പഠിക്കുകയും ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുകയും എല്ലാവരും തോറ്റ് പിന്മാറിയ ഒരു കേസ്. അതെ, വെറോണിക്ക.
ലോകത്തിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ലോകത്തിൽ പ്രേതത്തിൻ്റെ ഒരു എൻറ്റിറ്റി, പ്രേതത്തിൻ്റെ ആ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ശക്തിയിൽ അല്ലെങ്കിൽ ആ പറയുന്ന പൈശാചികമായിട്ടുള്ള ഒരു എൻറ്റിറ്റിയുടെ അറ്റാക്ക് കാരണം സ്വന്തം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന ഒരു പാവം 15 വയസ്സുകാരി പെൺകുട്ടി. ഈ പെൺകുട്ടിയുടെ കഥയെ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ കഥ ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡൻസ്, ആ പെൺകുട്ടിയുടെ കഥയെ ആസ്പദമാക്കി ഇറങ്ങിയ ഒരു സിനിമയാണ് വെറോണിക്ക എന്ന പേരിൽ തന്നെ 2017 ഇറങ്ങിയ സിനിമ. ആ സിനിമയുടെ കാര്യങ്ങൾ, ആ സിനിമയുടെ ഡീറ്റെയിൽസും മറ്റുമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സിനിമ കാണണമെങ്കിൽ നിങ്ങൾ സിനിമ കാണുക. പക്ഷേ ഒരിക്കലും രാത്രി ഈ സിനിമ കാണാതിരിക്കുക. കാരണം രാത്രി ഈ സിനിമ കണ്ട പലർക്കും പല രീതിയിലുള്ള സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പേടി സ്വപ്നങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. സോ രാത്രി ഒരിക്കലും ഈ സിനിമ കാണാതിരിക്കുക. നിങ്ങൾ ഈ സിനിമ പക്ഷേ രാവിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സമയത്ത് നിങ്ങളിത് കണ്ടു നോക്കുക. സോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, അജിത്ത്.